ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും എടുത്ത മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ എന്ന മഹാമന്ത്രം. 5 അക്ഷരങ്ങൾ ഉള്ളതിനാൽ പഞ്ചാക്ഷരി എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മരൂപമായ ശിവനെ നമിക്കുന്നു എന്നാണ് അർത്ഥമാകുന്നത്. നമഃ ശിവായയിലെ ന എന്നാൽ ഭൂമി, മ എന്നാൽ ജലം, ഷി എന്നാൽ അഗ്നി, വ എന്ന വായു, യ എന്ന ആകാശത്തിനെ പ്രതിഫലിക്കുന്നു. അതിസൂക്ഷ്മമായ ഓം എന്ന സ്വരബിന്ദുവിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന് കരുതപ്പെടുന്നത്. ഓം എന്ന ശബ്ദത്തിന് പ്രണവം അഥവാ ബ്രഹ്മം എന്നാണ് അർത്ഥം. അനശ്വര നാദബ്രഹ്മസ്വരമായ ഓം എന്ന ശബ്ദം ചേർത്ത് എല്ലാ മന്ത്രങ്ങളും തുടങ്ങുന്നു. എല്ലാ ജീവജാലങ്ങളും ഓം എന്ന പരബ്രഹ്മ സ്വരൂപത്തിൽ അന്തർഭവിച്ച് ലയിച്ചു ചേരുന്നു എന്നാണ് സാക്ഷ്യം. അങ്ങനെ ആത്മബ്രഹ്മ ഐക്യത്തിൻ്റെ തത്വമായ ഓംകാരമാണ് ഈശ്വരൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമഃ എന്ന പദത്തിൻ്റെ അർത്ഥം നമിക്കുന്നു എന്നാണ്. പഞ്ചാക്ഷരിയിലെ നമഃ എന്നാൽ മഹാപ്രണാമത്തിലൂടെ ശിവൻ എന്ന മഹാതത്വത്തിനെ സാഷ്ടാംഗം നമിക്കുന്നു. ശിവതത്വത്തിലേക്ക് ലയിച്ചു ചേരുന്ന പരിപൂർണ അവസ്ഥയാണ് ശിവം എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും സാധകൻ ശിവൻ അല്ലെങ്കിൽ ശിവതുല്യനായി തീരുന്ന ഒരു അവസ്ഥ. അങ്ങനെ ശിവം എന്ന അവസ്ഥയെ ലഭിച്ച് ഓം എന്ന പരബ്രഹ്മത്തിലേക്ക് ലീനമാകുന്ന ഭാവത്തിനെ നമിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന മന്ത്രമാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം. അങ്ങനെ നമഃശിവായ ജപത്തിലൂടെ വ്യക്തി ശിവതുല്യ മംഗളമായി മാറുന്നു. സർവദൈവ ഭാവങ്ങളും വന്നു നിറഞ്ഞു ചേർന്ന് അവൻ പരിപൂർണയുടെ അവസ്ഥ പ്രാപിക്കുന്നു. ഇപ്രകാരം കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പഞ്ചാക്ഷരി ജപം മനുഷ്യജന്മത്തിനെ മോക്ഷപ്രാപ്തിയിലേക്ക് ലയിക്കുന്നു. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പസുപൂജിതായ തസ്മൈ നകാരായ നമഃ ശിവായ ശിവായ ഗൗരീ വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷത്വരനാശകായ ശ്രീനീലകണ്ഠായ വൃകധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ വശിഷ്ഠകുംഭോദ്ഭവഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ യജ്ഞസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ പഞ്ചാക്ഷരീമിദം പുണ്യം യഃ പഠേത് ശിവം സന്നിധൗ ശിവലോകാമാവാപ്നോതി ശിവേന സഹ മോദതേ. നാഗങ്ങളുടെ രാജാവായ നാഗരാജാവിനെ മാലയായി ധരിക്കുന്നവനും 3 നേത്രങ്ങളുള്ളവനുമായ ദിവ്യഭസ്മം ദേഹം അസകലം ചാർത്തിയവനുമായ മഹാനായ ഈശ്വരനും ശാശ്വതവും ശുദ്ധവും 4 ദിക്കുകളെയും വസ്ത്രം ധരിക്കുന്നവനായ ന എന്ന ഭൂമി തത്വത്തിൻ്റെ പ്രതീകമായ ആ ശിവനെ നമിക്കുന്നു. മന്ദാകിനി നദിയുടെ ജലത്തിലെ ചന്ദനം ചാലിച്ച് പൂജിക്കപ്പെടുന്നവനായ നന്ദീശ്വരനുടെയും ഭൂതപ്രേതങ്ങളുടെ നാഥനായ മഹേശ്വരനായ മന്ദാര പുഷ്പങ്ങളും പലതര പുഷ്പങ്ങളുമായി പൂജിക്കപ്പെടുന്ന മ എന്ന ജലതത്വത്തിൻ്റെ പ്രതീകമായ ആ ശിവനെ
നമസ്കരിക്കുന്നു. ഗൗരിയുടെ പനിനീർ വദനത്തിനെ പ്രശോഭിപ്പിച്ച് കുതിർച്ച് ഉയർന്നവനും സൂര്യനെപ്പോലെ ഉള്ളവനുമായ ദക്ഷൻ്റെ യാഗത്തിനെ ശമിപ്പിച്ചവനും കാളയുടെ ചിഹ്നം ഉള്ളവനുമായ നീലകണ്ഠനും ഷി എന്ന അഗ്നിതത്വത്തിന് പ്രതീകമായവനുമായ ശിവനെ നമസ്കരിക്കുന്നു. വശിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ തുടങ്ങിയ ഉത്തമരായ മുനിവര്യന്മാരും ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനായ അഗ്നിയും സൂര്യനും ചന്ദ്രനും എന്ന കണ്ണുള്ള വിശ്വവ്യാപിയായ വ എന്ന വായുതത്വത്തിൻ്റെ പ്രതീകമായ ശിവനെ നമിക്കുന്നു. യജ്ഞത്തിൻ്റെ മൂർത്തിഭാവമായ ജടാധാരിയായ ത്രിശൂലം കയ്യിൽ ഉള്ളവനായ ശാശ്വതവും ദിവ്യവുമായ 4 ദിക്കുകളെയും വസ്ത്രമായി അണിഞ്ഞവനായ യ എന്ന ആകാശതത്വത്തിനെ പ്രതിനിധീകരിക്കുന്ന ആ ശിവനെ നമിക്കുന്നു. ഫലശ്രുതിയുടെ അർത്ഥം: ശിവസ്തോത്രം ചൊല്ലുന്നവർ ശിവലോകം പ്രാപിച്ച് പരമാനന്ദം അനുഭവിക്കുന്നതാണ്. ദിവ്യമായ ശിവപഞ്ചാക്ഷരി സ്തോത്രം നിത്യവും ചൊല്ലി ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കാം.